ഞാൻ വേൾഡ് റെഫറിങ് ടെസ്റ്റ് പാസ്സാക്കി. അതായത് കസാക്കിസ്ഥാനിൽ നടന്ന വേൾഡ് റെഫറിങ്ങിൽ ഞാൻ ഇൻ്റർനാഷണൽ ജൂഡോ ഫെഡറേഷൻ്റെ എ ഗ്രേഡ് റെഫറിയായി മാറുകയുണ്ടായി. ഇപ്പോഴും സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഏക ഇൻ്റർനാഷണൽ എ ഗ്രേഡ് റെഫറി ഞാൻ മാത്രമാണ്. നമസ്കാരം. എൻ്റെ പേര് രാജേഷ്, JR രാജേഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ പുതിയടം എന്ന് പറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. പുതിയടം എന്ന് പറഞ്ഞാൽ ശക്തൻ തമ്പുരാൻ്റെ കോട്ടയും വയലാർ രാമവർമ്മ തിരുമേനി ജനിച്ച ഈ തറവാടും എല്ലാം കൊണ്ടും വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു ഗ്രാമമാണ്. ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ പുതിയടത്ത് ഭഗവതിയും അതേപോലെ തന്നെ കാഞ്ഞൂർ പുണ്യാളനും എല്ലാ രീതിയിലുള്ള മതസൗഹാർദ്ദവും കലർന്ന ഒരു നാട്ടിലാണ് എൻ്റെ ജനനം. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങിയത് തന്നെ പുതിയടം ശക്തൻ തമ്പുരാൻ മെമ്മോറിയൽ STMS സ്കൂളിലാണ്. അവിടെ എൻ്റെ 7ാം ക്ലാസ് വരെയുള്ള പഠനമായിരുന്നു. അതിനുശേഷം ഞാൻ ഹൈസ്കൂളിൽ നേരെ ശ്രീമൂല നഗരത്ത് അഗൂർ ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അങ്ങനെ 1984 ഞാൻ SSLC പാസ്സാകുകയും നേരെ ശ്രീശങ്കര കോളേജിൽ 85 പ്രീ ഡിഗ്രി കഴിയുകയും അതിനുശേഷം അവിടെ നിന്നും എൻ്റെ ബിരുദവും നേടി ഞാൻ നേരെ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ കാലഘട്ടം പൂർത്തിയാക്കുകയാണ് ഉണ്ടായത്. ഞാൻ അഗൂർ ഹൈസ്കൂളിൽ എൻ്റെ ഹൈസ്കൂൾ പഠനകാലത്താണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സലീം ബാവയായും പരിചയപ്പെടുക. അന്നാണ് ഞാൻ ഈ ശാരീരികമായിട്ട്, ഞാൻ ചെറുപ്പത്തിലെ വളരെ തടിയുള്ള ഒരു കുട്ടിയായിരുന്നു. സലീമിൻ്റെ കീഴിലാണ് എൻ്റെ ഫസ്റ്റ് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലീമാണ്. സലീം ബാവ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹം ഇപ്പോൾ ഫിലിം ഡയറക്ടർ, സ്റ്റണ്ട് സംവിധായകനൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ജിമ്മിലാണ് എൻ്റെ പരിശീലനം ആദ്യമേ തുടങ്ങിയത്. അന്ന് ഞാൻ കൂടുതൽ താല്പര്യപ്പെട്ടത് ബോഡി ബിൽഡിങ്ങിലായിരുന്നു. അത് ഞങ്ങളുടെയൊക്കെ ആ കാലത്ത് സിനിമാ നടൻ ജയൻ്റെ ഒരു ഹാങ് ഓവറായിരുന്നു. ജയനെ പോലെ ഒരു ശരീരം ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട് തന്നെയാണ് അന്ന് ഞാൻ ഈ ബോഡി ബിൽഡിങ്ങിൽ ഏർപ്പെട്ടത്. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും ഈ സലീം ബാബയുടെ കീഴിൽ എൻ്റെ പരിശീലനം തുടരുകയും അങ്ങനെ ഞാൻ മിസ്റ്റർ ശങ്കര റണ്ണറപ്പ് ആയിരുന്നു. അതാണ് എൻ്റെ ബോഡി ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. 1985 കാലഘട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ജൂഡോ പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്നു. അദ്ദേഹം ഞാനുമായിട്ട് വെറുതെ ക്ലാസ്സിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ജൂഡോവിനെ പറ്റി പറയുന്നത്. അതായത് നമ്മുടെ എതിരാളിയുടെ ശക്തിയെ നമ്മൾ എങ്ങനെ ഡൈവേർട്ട് ചെയ്യാം, അതായത് എതിരാളിയുടെ ശക്തിയെ നമ്മൾ യൂസ് ചെയ്യാവുന്ന ഒരു ആയോധന കലയാണ് ജൂഡോ എന്ന് പറഞ്ഞ ഒരു ആയോധന കല എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ സാങ്കേതികത്വം നോക്കിയപ്പോൾ ഞാനും അവനുമായിട്ട് നിന്നപ്പോൾ തന്നെ ഞാൻ അന്നേ 86 കിലോ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് മനോജ് എന്നാണ്. മനോജ് ഒരു 45 കിലോ ഉള്ളൂ. പക്ഷെ അദ്ദേഹം എന്നെ നേരെ മലർത്തി അടിക്കുകയാണ് ഉണ്ടായത്. അതിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ ടെക്നോളജി മനസ്സിലായത്. അതായത് എതിരാളി എത്ര വെയിറ്റ് ഉള്ളവനാണെങ്കിലും ജൂഡോ എന്ന ഒരു കല പഠിക്കുക, ആയോധന കല പഠിക്കുകയാണെങ്കിൽ നമുക്ക് വലിപ്പമൊന്നും പ്രശ്നമല്ല. എതിരാളിയുടെ ഫോഴ്സ് ഉപയോഗിച്ച് നമുക്ക് തറ പറ്റിക്കാൻ കഴിയുമെന്നൊരു ടെക്നോളജി ഇതിലുണ്ട് എന്ന കാര്യം അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ 1985 തന്നെയാണ് ഈ ജൂഡോവിനെ ഞാൻ യഥാർത്ഥത്തിൽ പ്രണയിച്ചു തുടങ്ങിയത്. അന്ന് കാലടി നാസ് ക്ലബിൽ മാത്രമാണ് ജൂഡോ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അടുത്തത് ടെൽക്ക് അങ്കമാലിയിലും. അപ്പോൾ കാലടി നാസ് ക്ലബിൽ ഞാൻ ഇവിടെ നിന്നും അന്ന് സൈക്കിൾ ചവിട്ടി കാലടിയിലെത്തി അവിടെ 2 മണിക്കൂർ പരിശീലനം നടത്തി. അങ്ങനെ 1986 ജില്ലാതല മത്സരത്തിൽ എനിക്ക് 2ാം സ്ഥാനം കിട്ടുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് 87 സംസ്ഥാന തല മത്സരത്തിൽ സംസ്ഥാനത്തിൽ ഞാൻ ചാമ്പ്യനായി. 1ാം സ്ഥാനം എനിക്ക് നേടി. ഇതോടുകൂടി ജൂഡോവിനെ കൂടുതൽ പഠിക്കാൻ അന്ന് പ്രാഥമിക പരിശീലനം നൽകിയിരുന്നത് ഒന്ന് ജനാർദ്ദൻ സാർ, അതേപോലെ തന്നെ PS ലോറൻസ്, AT ദാസ് തുടങ്ങിയ പരിശീലകരായിരുന്നു.
അപ്പോൾ ജൂഡോയുടെ ഈ എനിക്കപ്പോൾ തോന്നി സ്റ്റേറ്റ് ലെവലിൽ മെഡൽ വന്നുവല്ലോ, എനിക്ക് ഇനിയും പരിശീലിക്കാമെന്ന് കരുതി ഞാൻ നിരന്തര പരിശീലനം തുടർന്നു. അങ്ങനെ ഞാൻ 10 വർഷക്കാലം സംസ്ഥാന ജൂഡോ ചാമ്പ്യനായിരുന്നു. അപ്പോഴും ഈ കലയെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയും അതേപോലെ തന്നെ ഇനിയും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവണം എന്ന് കരുതി. എനിക്ക് ഒരു നാഷണൽ ലെവലിൽ എൻ്റെ പെർഫോമൻസ് അത്ര നല്ലതായിരുന്നില്ല. അപ്പോഴാണ് സാങ്കേതികമായിട്ട് കൂടുതൽ പഠിക്കണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഞാൻ കേരള ഗവൺമെൻറ്റിൻ്റെ സ്പോൺസർഷിപ്പോടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് പട്യാലയിൽ 1995 ഞാൻ NIS ഡിപ്ലോമ അപ്ലൈ ചെയ്തു. ഞാൻ അവിടെ NIS ഡിപ്ലോമ 1ാം റാങ്കോടുകൂടി പാസ്സാക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഞാൻ NIS ഡിപ്ലോമ പാസ്സായി വന്നപ്പോൾ 1999 സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ എന്നെ കേരളത്തിലെ ആദ്യത്തെ ജൂഡോ കോച്ചായി ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം നിരവധി സംസ്ഥാന മത്സരങ്ങളിൽ കേരള ടീമിനെ കൊണ്ടുപോവുകയും നിരവധി മെഡലുകളും നേടാൻ എനിക്ക് കഴിയുകയുണ്ടായി. അതുപോലെ ദേശീയ മത്സരങ്ങളിൽ നമുക്കൊരു സ്ഥാനം ഉറപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾ ധാരാളം മെഡലുകൾ നേടുകയുണ്ടായി. അങ്ങനെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അന്ന് കേരളത്തിൽ ഒരു കോച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ NIS പാസ്സാക്കിയ 12-13 പരം കോച്ചസിനെയും ഒരു കോച്ചസ് സമൂഹത്തിനെയും പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് പറ്റി. പിന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് കൂടി. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം 2005 അതായത് ജൂഡോൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന ജപ്പാനിൽ കൊഡോക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജൂഡോ ട്രെയിനിങ് എന്നാണ്. അതായത് ലോകത്തെ എല്ലാ ഒളിമ്പിക് താരങ്ങളും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വേൾഡ് മെഡലുകൾ നേടിയ എല്ലാവരും പരിശീലിക്കുന്ന ഒരു കേന്ദ്രമാണ് കൊഡോക്കാൻ. ആ കൊഡോക്കാനിൽ എനിക്ക് ഗവൺമെൻറ് സഹായത്തോടുകൂടി 4 മാസം പരിശീലിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതുകൊണ്ടാണ് ജൂഡോ എന്ന് പറഞ്ഞ കല ഈ ഗ്രാമത്തിൽ നിന്നും ഞാൻ ഈ ലെവലിൽ എത്തിയപ്പോഴും ജൂഡോ എന്ന് പറഞ്ഞ ആ കല എത്രമാത്രം ബലപ്പെട്ടതാണെന്നും അതിൻ്റെ സാധ്യതകൾ എന്താണെന്നും അതേപോലെ തന്നെ ജൂഡോയിൽ നിന്നും നമ്മുടെ കേരളത്തിന് എത്ര പേരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് എനിക്ക് അവിടെ നിന്നാണ് ലഭിച്ചത്. കേരളത്തിൽ അങ്ങനെ എനിക്ക് ഒരു നല്ലൊരു ടെക്നിക്കൽ ടീം കേരള ജൂഡോ അസോസിയേഷൻ്റെ കീഴിലും അതേപോലെ തന്നെ 14 ജില്ലകളിലും ജൂഡോ സെൻറ്ററുകൾ തുടങ്ങാൻ സാധിച്ചു. അതേപോലെ തന്നെ 14 ജില്ലകളിലും ഗവൺമെൻറ് സഹായത്തോടുകൂടി കോച്ചസിനെ നിയമിക്കാൻ സഹായിച്ചു. അങ്ങനെ ഇന്ന് കേരളത്തിൽ ദേശീയ ഗെയിംസിലും അതേപോലെ തന്നെ നിരവധി മെഡലുകളാണ്. കേരള പോലീസിൽ 10 പേർക്ക് ജോലി ലഭിച്ചു. മൊത്തം ജൂഡോയുമായി മെഡൽ നേടിച്ച 40 പരം കുട്ടികൾക്ക് ജോലി നേടാൻ സർക്കാർ സർവീസിൽ കഴിഞ്ഞത് വളരെ എനിക്ക് സന്തോഷം നേടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുശേഷമാണ് എനിക്ക് തോന്നിയത് ഇനി എൻ്റെ മേഖല ഈ ടെക്നിക്കൽ മേഖലയിൽ ഞാൻ ഒന്ന് റെഫറിങ്ങിലേക്കൊന്ന് മാറാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് 2008 ജൂഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തിയ നാഷണൽ റെഫറിങ് ടെസ്റ്റ് ഞാൻ പാസ്സായി. അതിനുശേഷം നിരവധി ദേശീയ മത്സരങ്ങളിൽ ഞാൻ റെഫറി നിൽക്കുകയുണ്ടായി. അപ്പോൾ റെഫറിങ്ങും കോച്ചിങ്ങും രണ്ടാണ്. എന്നിരുന്നാലും 2 പേരും കൂടി ഒരുമിച്ച് പോകാൻ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ കോച്ചിങ് മേഖലയിൽ നിന്നും എല്ലാം മാറുകയും അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഈ കോച്ചിങ് മേഖല മൊത്തം പുതിയ പിള്ളേരുടെ ഏൽപ്പിക്കുകയും പുതിയ കോച്ചസിനെ ഏൽപ്പിക്കുകയും ഞാൻ കോച്ചിങ് മേഖലയിൽ നിന്നും വിടുകയാണ് ചെയ്തത്. റെഫറിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി 2010 ബാങ്കോക്കിൽ വച്ച് നടന്ന ഏഷ്യൻ റെഫറിങ് ചാമ്പ്യൻഷിപ്പ്, അതായത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വച്ച് ഞാൻ ജൂഡോ യൂണിയൻ ഓഫ് ഏഷ്യയുടെ കോണ്ടിനെൻ്റൽ റെഫറി എക്സാം പാസ്സായി. അങ്ങനെ ഞാൻ സൗത്ത് ഇന്ത്യയിലെ ആദ്യമായിട്ട് കോണ്ടിനെൻ്റൽ എക്സാം ഞാൻ പാസ്സായത് 2010. അതിനുശേഷം ഞാൻ റെഫറിങ് മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും നിരവധി ദേശീയ മത്സരങ്ങളിൽ ഞാൻ മാറ്റ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുകയും ജൂറിയായി വരികയും അങ്ങനെ കഴിഞ്ഞ 2024 ഞാൻ വേൾഡ് റെഫറിങ് ടെസ്റ്റ് പാസ്സാക്കി. അതായത് കസാക്കിസ്ഥാനിൽ നടന്ന വേൾഡ് റെഫറിങ്ങിൽ ഞാൻ ഇൻ്റർനാഷണൽ ജൂഡോ ഫെഡറേഷൻ്റെ A ഗ്രേഡ് റെഫറിയായി മാറുകയുണ്ടായി. ഇപ്പോഴും സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഏക ഇൻ്റർനാഷണൽ A ഗ്രേഡ് റെഫറി ഞാൻ മാത്രമാണ്.